നോമ്പുകാലമാണ്, പുണ്യകാലമാണ്, നമ്മളെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കാലഘട്ടമാണ്, നമ്മളെങ്ങനെയായിരിക്കണമെന്ന് തിരിച്ചറിയാനുള്ളൊരു കാലഘട്ടമാണ് നോമ്പുകാലം. എങ്ങനെയാവേണ്ടവരാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയണം. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ എലയാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അയാളൊരു വൃദ്ധനായിരുന്നു. അദ്ദേഹത്തെ നിഷിദ്ധമായ മാംസം ഭക്ഷിക്കാനായിട്ട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: അപമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കുന്നതാണ് നല്ലതെന്ന്. എലയാസറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചറിവാണ്. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു ആ മനുഷ്യൻ്റെ ആഗ്രഹം. അദ്ദേഹത്തെ പരിചയമുള്ളവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നിഷിദ്ധമായ മാംസമാണെന്ന് ചക്രവർത്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങ് ഭക്ഷിക്കുന്ന മാംസം ഞങ്ങൾ തരാം, അത് ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ച് ജീവൻ രക്ഷിക്കുക എന്ന്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറയ്ക്കും യുവജനങ്ങൾക്കും ഞാനൊരു ദുർമാതൃക നൽകുകയാണ്. അങ്ങനെ ഒരു ദുർമാതൃക നൽകിയൊരു മനുഷ്യനാണ് താനെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഒരു വഞ്ചകനായി എന്നെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ മാറുവാനായിട്ട് ആഗ്രഹിക്കാതെ മരണത്തിന് കീഴ്വഴങ്ങിയ, സത്യസന്ധമായി ജീവിച്ച് മരണത്തിന് കീഴ്വഴങ്ങിയ ഒരു മനുഷ്യൻ. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ആരാണെന്നും നമ്മളെങ്ങനെയായിരിക്കണമെന്നും എലയാസർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ ഒരു നിലപാട് ഉണ്ടാകുവാനും ആ നിലപാടിൽ നിലനിൽക്കാനും ആ നിലപാട് പ്രഘോഷിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ നിലപാടുകൾ പലപ്പോഴും നമ്മുടെ മാത്രമല്ല, വരും തലമുറയ്ക്ക് നാം കൊടുക്കുന്ന വലിയ പ്രചോദനവും മാതൃകയുമാണ്. അങ്ങനെ നിലപാടുകളുള്ള മനുഷ്യരായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.